മനുഷ്യപ്രകൃതിയും ഭൂപ്രകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. സയൻസിൽ അങ്ങനെ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ. ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയാം. നമ്മൾ കേരളത്തിലെ സിറ്റുവേഷൻ മാത്രം ഒന്ന് എടുത്തു നോക്കിയേ. കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവം, അവരുടെ ഭാഷ, അവരുടെ പെരുമാറ്റ രീതിയൊക്കെ ഡിഫറെൻ്റാണ്. കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ, കായൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ, കുഞ്ഞു ദ്വീപുകളിൽ താമസിക്കുന്ന ആൾക്കാർ, വിശാലമായ മലകളിൽ താമസിക്കുന്ന ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തെ മണ്ണും അതിൻ്റെ പരിസരങ്ങളും ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ വഞ്ചിയിൽ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് ഗെനേസറത്ത് എന്നാണ്. ഗെനേസറത്ത് എന്ന ഭൂപ്രകൃതി വളരെ ഫേമസ് ആണ്. അവിടെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അവിടെ എന്തിട്ടാലും വളരും, സമൃദ്ധി നൽകും. അതുകൊണ്ട് തന്നെ ആ പേരിൽ അർത്ഥമുണ്ട്. ഗാർഡൻ ഓഫ് റിച്ചസ്, ഗാർഡൻ ഓഫ് പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുക. കാരണം അത്രയും റിസപ്റ്റീവ് ആയിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു മണ്ണുള്ള സ്ഥലമാണ്. അതവിടുത്തെ ആൾക്കാരിലും നമ്മൾ കാണാണ്. ഈശോ വഞ്ചിയിലിറങ്ങി ഉടനെ അവിടുത്തെ നാട്ടുകാർ തിരിച്ചറിയാണ് അത് ക്രിസ്തുവാണെന്ന്. എന്നിട്ട് അവരെന്താ ചെയ്തേ? ആ നാട്ടിലുള്ള സകല രോഗികളെയും അവരെടുത്തുകൊണ്ട് വന്ന് ഈശോ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കൊണ്ടുപോയി കിടത്താണ്. എന്നിട്ട് വയ്ക്കുന്നൊരു സ്മോൾ റിക്വസ്റ്റാണ്, ഈശോ നിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ മാത്രം അനുവദിച്ചാൽ മതി. ഗോസ്പലിൻ്റെ അവസാന വരി ഒന്ന് വായിച്ചേ. അവന് തൊട്ടവരെല്ലാം സുഖപ്പെട്ടു. ഒരു നാടിൻ്റെ നന്മ നോക്കി അവിടുത്തെ മണ്ണ് പോലെ തന്നെ സ്വീകരിക്കാൻ തുറന്നിട്ട ഒരു സ്പേസ്. നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ ഒന്ന് പരിശോധിക്കണം. ആ മണ്ണും അതിൻ്റെ പരിസരങ്ങളും നമ്മളെ എങ്ങനെ രൂപപ്പെടുത്തി എന്നും കൂടി ചിന്തിക്കുക.